ഞാനിപ്പോ താമസിക്കുന്ന വീടിന്റെ ദോഷം, ആരൊക്കെ എന്തൊക്കെ ദോഷം എന്ന് പറഞ്ഞിട്ട് കുട്ടി ബൈക്ക് ആക്സിഡന്റ് ആയി. അതിന് കാരണം എന്താണ്? ഈ ഡോർ ഇവിടെ ആയിരുന്നില്ല വേണ്ടത്. വാസ്തുവിദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യക്കാരുണ്ട്, ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, കേരളം മുഴുവനുണ്ട്. എന്നിട്ട് അവര് പറയും ഇവിടെ ഒരു ജനല് വേണം, ഈ ജനല് പൊളിച്ചിട്ട്, പലരും പറയുന്നത് അങ്ങനെയാണ്, ഈ കക്കൂസ് ഇരിക്കേണ്ടടുത്തായിരുന്നു പൂജാമുറി ഇരിക്കേണ്ടത്, പൂജാമുറി ഇരിക്കേണ്ടടുത്താണ് കക്കൂസ് ഇരിക്കേണ്ടതെന്ന് ഇവർ പറയുമ്പോൾ അവസാനം ഉള്ള കാശൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇപ്പൊ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ കക്കൂസിൽ ഇരിക്കുന്ന ഓർമ്മയാണ്. കാരണം അങ്ങനെയാ കുറെ കാലം ചെയ്തത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കേസുകൾ നിങ്ങൾക്ക് വേണം? നമ്മളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന്മാരുടെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞിരിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് രാത്രി പുറത്തിറങ്ങുന്നേ, പീഡികക്കോലയിൽ ആളുകൾ കിടക്കുന്നു, മഴയത്തും പറ്റും. ഭാര്യയും കുട്ടികളും ഉണ്ട്, അവർക്ക് മരച്ചുവട്ടിൽ കഴിയുന്നു, പുതയ്ക്കാൻ പോലും ഒരു സാധനമില്ലാതെ. ഒരു നേരം നിങ്ങൾ ആ കാഴ്ച കണ്ടാൽ മതി. പിന്നെ ഈ വാസ്തുക്കാരൻ പറഞ്ഞ് ഈ വാതിൽ പൊളിച്ച് അവിടേക്കാക്കി, അവിടെ പൊളിച്ച് ഇങ്ങോട്ടേക്കാക്കാൻ നിൽക്കില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് കാശുണ്ട്, അതിന്റെ അഹമ്മതിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എവിടെയും എവിടെ എനിക്കിപ്പോ കിട്ടിയത് ഒരു മരത്തിന്റെ ചുവടാണെങ്കിൽ അത് ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ ചെറിയൊരു കൂര, അത് മതി, ധാരാളം. അതിൽ ഞാൻ സന്തുഷ്ടനാണെങ്കിൽ അതാണ്, കൊട്ടാരത്തിലാണെങ്കിലും കൂരയിലാണെങ്കിലും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് പോയാൽ മതി. ഇടയ്ക്കൊന്ന് നിങ്ങൾ തിരുവനന്തപുരം RCCയിലേക്കൊക്കെ വരൂ. അവിടേക്ക് ആ വാർഡിൽ അതിലേക്കൊന്ന് കയറി ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോക്കും. ഈ പ്രശ്നം എന്താണ്? ഇവൻ തോറ്റത് പഠിക്കാഞ്ഞിട്ട്, അല്ലാതെ എന്താ? അതിന് ഈ വാതിൽ ഇങ്ങോട്ടേക്കാക്കി അവനെങ്ങനെ പാസ്സാവുന്നത്? ബൈക്ക് ആക്സിഡന്റ് ആക്കിയത് ഈ വാതിൽ ഇവിടെ ഉണ്ടായതുകൊണ്ടല്ല. നമ്മുടെയൊക്കെ റോഡുകളുടെ അവസ്ഥയും ഇവിടുത്തെ ട്രാഫിക് സംവിധാനവും ഇവിടുത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പീഡും അതും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവുന്നില്ല എന്നുള്ളത് ഭാഗ്യം. അതിനതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ അതെങ്ങനെയാ എന്റെ വീട്ടിന്റെ വാതിൽ, ഇപ്പുറത്തുള്ള വാതിൽ, കിഴക്ക് വാതിൽ ഇങ്ങോട്ടായത്, അഗ്നി കോണ് അങ്ങനെയായി, ആ കോണ് ഈ കോണ്. ഇതൊക്കെ സ്ഥലം കുറെ ഉള്ളത് കൊണ്ടും കയ്യിൽ കാശിരിക്കുന്നത് കൊണ്ടും തോന്നുന്ന, ചുരുക്കി പറഞ്ഞ എന്റെ കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും വരാൻ വഴിയില്ല, ഞാൻ ആള് വളരെ ഡീസന്റാ, ഇതിനൊക്കെ മറ്റാരൊക്കെയോ ആണ് കാരണം. ഇതാണ് നമ്മുടെ ഒരു സഹജമായ നമ്മുടെ സ്വഭാവമാണത്. അതിനെയാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിന്റെ ആളുകൾ മുതലെടുക്കുന്നത്.